ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇഷ്ടംപോലെ ടാർഗറ്റുള്ള ദിവസമാണ്. നല്ല പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസം കൂടിയാണ്. നിങ്ങളത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അങ്ങനത്തെ ഒരു ദിവസങ്ങൾ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് നല്ല പ്രോഫിറ്റിക്ക് പോകാൻ നോക്കുക. എല്ലാ ദിവസവും ഇങ്ങനത്തെ ഒരു മൊമെൻറ്റം എപ്പോഴും കിട്ടണമെന്നില്ല. എടുക്കുന്ന ട്രേഡുകൾ ഫുള്ളും നല്ല രീതിക്ക് പ്രോഫിറ്റിക്ക് പോകാമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വരുന്ന മെത്തേഡല്ല. നമുക്ക് വീഡിയോയുടെ വിളിക്ക് പോകാം. ഇന്നത്തെ നിഫ്റ്റിയുടെ ലെവലാണ്. നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. എന്നൊരു ഗ്യാപ്പ് ഡൗണായിട്ട് നിഫ്റ്റി ഓപ്പൺ ആയി, പിന്നെ ഒരു സപ്പോർട്ടിലേക്ക് നിഫ്റ്റി വന്നു, പിന്നെ അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് കയറി. അത് കറക്റ്റ് കാണാനുള്ളത് നമുക്കവിടെ മനസ്സിലാവും. ഇവിടെ ഒരു സപ്പോർട്ട് ഇവിടെ എടുത്തു, ഇവിടെ ഒരു സപ്പോർട്ട് ഇവിടെ എടുത്തു. അപ്പോൾ നിഫ്റ്റി പിന്നെയും ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ കൺസോൾട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു മൊമെൻറ്റം ഇനിയും തരാൻ പറ്റും. പിന്നെ ഒരു നല്ലൊരു മൊമെൻറ്റത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സി സൈഡിക്കും പി സൈഡിക്കും രാവിലെ ട്രേഡ് ഉണ്ടായിരുന്നു. പിയിലും ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്, സിയിലും ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ക്രൂഡ് ഓയിലും ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ ലാസ്റ്റ് പറഞ്ഞു പോകാട്ടോ. നമുക്ക് പിന്നെ നമുക്കുണ്ടായിരുന്ന BTC ആയിരുന്നു. BTC നമുക്കൊരു $90 വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേ, അതായത് ഒരു ശനിയാഴ്ച ഞായറാഴ്ച തോന്നുന്നു, ലാസ്റ്റ് ഒരു ട്രേഡ് കൊടുത്ത് ഒരു 2000 USDT പ്രോഫിറ്റിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും BTC ഒക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എൻ്റെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്യുക, ജോയിൻ ആവുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്ന ട്രേഡ് PE സൈഡിക്കാണ്. ഇത് ഫ്രീ ഗ്രൂപ്പിലത്തെ ട്രേഡ്സ് ആണ്. 25,000 PE ആണ്. ഇതിൽ ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1v4 ആണ് നമുക്ക് രണ്ടാമത്തെ ട്രേഡ് കിട്ടിയത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രേഡാണ്, നമ്മുടെ എക്സാക്റ്റ് ട്രേഡ്. അതായത് നമ്മുടെ കണ്ടീഷൻ വന്നിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡ് രണ്ടാമത്തെ ട്രേഡാണ്. അതിൽ 40 പോയിന്റ് പോയിട്ടുണ്ട്. 40-45 ഓൾമോസ്റ്റ് 50 പോയിന്റ് അടുത്ത് പോയിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നമുക്ക് കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും റെഡ് ക്യാനിൽ വന്നു, കണ്ടീഷൻ ആക്ടിവേറ്റ് ആയില്ല. അപ്പോൾ കണ്ടീഷൻ ആക്ടിവേറ്റ് ആണ്. പക്ഷെ ഇത് വന്നേക്കാണ് സ്ഥലം നിങ്ങൾ നോക്കുക. 163 ഞാൻ പറഞ്ഞ ബൈയിങ് പ്രൈസ് 155. അപ്പോൾ 8 രൂപ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണ പോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇത്രയും ന്യൂസുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ PE മാർക്കറ്റ് പോകുമെന്ന് എല്ലാവർക്കും ഈസിയായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി PE പോകണു എന്നുള്ള കൺസെപ്റ്റിക്കാണ് ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. നിങ്ങളുടെ മൈൻഡിലേക്ക് വരിക, ഇവിടെ എത്തി നമ്മൾ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി, ന്യൂസ് നിങ്ങളുടെ ഒപ്പം ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. പക്ഷെ അങ്ങനെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 പോയിന്റ് ഈസിയായിട്ട് പോകും കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ 50 പോയിന്റ് പോകും. പക്ഷേ ഞാൻ ഇതിലോണ് സേഫ് ആയിട്ടുള്ള മെത്തേഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 204 നമുക്ക് ഒരു എൻട്രി വന്നത്. അതവിടെ കറക്റ്റ് എക്സാക്റ്റ് 1 രൂപ വ്യത്യാസമോ ആ ലിമിറ്റിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതായത് രണ്ടാമത്തെ ട്രേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ക്യാൻ്റെ ബോർഡ് ലോസ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ട്രേഡ് ആക്ടിവേഷൻ നടക്കുന്നത് 9:35. പിന്നെ 3 ക്യാൻഡിലോട് ലിമിറ്റിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈസിയായിട്ട് നിങ്ങൾക്ക് ലിമിറ്റിൽ എടുക്കാം. ഇതിന് 3 ഏതായാലും പ്രശ്നമില്ല. 1 രൂപ വ്യത്യാസനോ 2 രൂപ വ്യത്യാസനോ എഴുതാനും പ്രശ്നമില്ല. SL ഒക്കെ അവിടെ കറക്റ്റായിട്ട് നിന്നോളും. അങ്ങനെയാണ് ഇത് ഒരു 40-45 പോയിന്റ് പോയേക്കണത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയ ട്രേഡാണ് കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്നത് രാവിലെ തന്നെ കിട്ടിയിരുന്നത് 56,000 PE ആണ്. ഇതൊരു 1:3 ആണ് ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. അതായത് 90 പോയിന്റ്. ബാങ്ക് നിഫ്റ്റിയിലാണ് പറയണത് 90 പോയിന്റ്. 1:3 ആണ്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് SLക്ക് തന്നെ വരണത്. പക്ഷെ അതൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വൺ വാലിന് നല്ല മൊമെൻറ്റം വരികയാണെങ്കിൽ നമുക്ക് എടുത്തിറങ്ങാൻ പറ്റും. പിന്നെ ഞാനൊന്നും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടണം. അങ്ങനെ നിങ്ങൾ ഇരിക്കുക, എന്നാലാണ് നമുക്കൊരു ഇതിലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ചെയ്യണ നേരത്ത് 10 മിനിറ്റ് കൊണ്ട് പ്രോഫിറ്റ് കിട്ടണം. അവർ മൈൻഡ് സെറ്റിൽ ഇരിക്കുക. അത്യാവശ്യം പ്രോഫിറ്റിക്ക് പോകണ നേരത്ത് മാത്രമാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് മുന്നിൽ അസറ്റ് അടിക്കണില്ലാത്ത കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഇറങ്ങാം. പ്രോഫിറ്റിൽ നിൽക്കുന്ന നേരത്താണെങ്കിൽ കോസ്റ്റ് ഇടാം. റിസ്ക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. പ്രോഫിറ്റിൽ നിൽക്കാന്ന് പറഞ്ഞാൽ 2-3 പോയിന്റ് പ്രോഫിറ്റിൽ നിൽക്കുന്ന നേരത്ത് കോസ്റ്റ് ഇടാം 10 മിനിറ്റിന് ശേഷം. റിസ്ക് എടുക്കേണ്ടതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ 10 മിനിറ്റിനുള്ള 50 പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഹാപ്പി ആയി, അത്ര ഉള്ള കാര്യം. ഇത് 82,200 PE ആണ്. സെൻസസ് ആണ്. ഇന്ന് സെൻസസ് 3 ഇൻഡെക്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസസ് 3 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് നമുക്കുണ്ടായിരുന്ന ട്രേഡ് 200 പോയിന്റ് ടാർഗറ്റ് അടിച്ചിട്ടുള്ളതാണ്. ഇതൊരു 10 പോയിന്റ് 12 പോയിന്റ് വ്യത്യാസം എടുക്കാൻ പറ്റുന്ന ട്രേഡാണ്. അപ്പോൾ അത് എടുക്കാൻ പറ്റുന്ന ട്രേഡാണ്, മനസ്സിലായില്ലേ? 10 പോയിന്റ് ഒക്കെ ഓക്കെയാണ്. നമ്മൾ നിഫ്റ്റിയിൽ 3 പോയിന്റ് കൊടുക്കുന്ന പോലെയുള്ളൂ. ഇവിടെ സെൻസസിൽ 10 പോയിന്റ് കൊടുക്കല്. രണ്ടാമത്തെ ട്രേഡ് നിങ്ങൾ നോക്കുക. ഇതൊരു 1:1 വന്നിട്ടൊക്കെ ഉണ്ട് രണ്ടാമത്തെ ട്രേഡ്. 1:1 കറക്റ്റായിട്ട് വന്നിട്ടില്ലേ. പക്ഷെ നമുക്ക് 10 മിനിറ്റിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ നമ്മൾ 10 ക്യാനിൽ വേണമെങ്കിൽ അങ്ങനെ അവിടെ കറക്റ്റായിട്ട് ഉണ്ട്. രണ്ടാമത്തെ ട്രേഡിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇതിൽ വേണമെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങാം. അതാണ് 10 മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം, അതാണ് കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്ന 25,000 CE ആണ്. പിന്നെ സിയിലേക്കാണ് കൊടുത്തത്. C 1:5 ആയിരുന്നു. ഫുൾ ടാർഗറ്റാണ്. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എടുക്കാൻ പറ്റും, എല്ലാവർക്കും പ്രോഫിറ്റ് വരും, എല്ലാം കറക്റ്റാണ്. പക്ഷേ ഞാൻ ഈ ട്രേഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് C സൈഡ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓൾറെഡി ബീറിഷ് മാർക്കറ്റാണ്. അവിടെ നമ്മൾ CE ഫസ്റ്റ് ടൈമേ എൻട്രി എടുക്കുമ്പോൾ നമുക്ക് SL പോകാൻ സാധ്യത ഉണ്ടാവും. ഒരു ലോട്ട് എടുത്താൽ മതിയാണ് പറഞ്ഞത്. അതാണ് അടുത്ത റിസ്ക്. നമുക്ക് ഒരു ലോട്ടിലുള്ള പ്രോഫിറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ വേറെ ട്രേഡ് ഉണ്ട് 40 പോയിന്റ് പോയിട്ടുള്ള. ഇതിൻ്റെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരു ഡേ ഹൈ മെത്തേഡാണ്. ഇന്നത്തെ ഫസ്റ്റ് ക്യാനിൽ ഇതാണ് കേട്ടോ. ഇതാണ് ഈ സ്ട്രൈക്കിൻ്റെ ഫസ്റ്റ് ക്യാനിൽ ഇന്നത്തെ. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഡേ ഹൈ മെത്തേഡ് എന്നുള്ള രീതിയിൽ ഞാനത് എടുത്തേക്കാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡേ ഹൈ എടുത്താലും അവിടെ നല്ല സസ്റ്റൈനിങ് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ റെഡ് ക്യാനിൽ മാത്രം നോക്കിയാൽ മതി. ഇവിടെ റെഡ് ക്യാനിൽ പറഞ്ഞാൽ അടിയിൽ ലോസ് ചെയ്തു, പിന്നെ അടിയിൽ ലോസ് ചെയ്തു, പിന്നെ അടിയിൽ ലോസ് ചെയ്തു. ഈ റെഡ് ക്യാനിലാണ് 13-27 റെഡ് ക്യാനിലാണ് മുകളിൽ ലോസ് ചെയ്തത്. അപ്പോൾ അവിടെ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. അവിടെ കറക്റ്റായിട്ട് എൻട്രി എടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്നിട്ട് 40 പോയിന്റ് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഡേ ഹൈ മെത്തേഡൊക്കെ യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. അത് നിങ്ങൾ ശീലിച്ച് വരണം, അത്രയുള്ള കാര്യം. പ്രാക്ടീസാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഉണ്ടായിരുന്ന 55,900 C ആണ്. 55,900 C ഇത് ഓൾമോസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും മേ ബി കിട്ടണമെന്നില്ല. നല്ല രീതിക്ക് ഹോൾഡിംഗ് ഉള്ള ട്രേഡാണ്. എന്നിട്ടാണ് 150 പോയിന്റ് പോയിക്കണത്. 55,900 C ബാങ്ക് നിഫ്റ്റിയാണ്. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ 150 പോയിന്റാണ് ഫുൾ ടാർഗറ്റ്. അപ്പോൾ ഇതിൽ നന്നായി സ്ട്രഗ്ലിങ് ചെയ്തിട്ട് ഈസി ആയിട്ടുള്ള ഒരു പോക്കായിരുന്നു 1:5 150 പോയിന്റിലേക്ക്. മേ ബി സ്ട്രഗ്ലിങ് ചെയ്ത ടൈമിൽ നിങ്ങൾ ആരെങ്കിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവാം. എടുക്കാത്തവർക്ക് പ്രശ്നമില്ല, എടുക്കണ്ട. മോളത്തെ ഈ ലെവല് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ലെവൽ തന്നെയാണ്. ഇവിടെ എടുത്താലും നിങ്ങൾക്ക് പ്രോഫിറ്റ് വരും. ഇവിടെ ട്രേഡ് ആക്ടിവേഷൻ നടക്കണം. അപ്പോൾ ഇത്തിരി മുകളിലാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം 520 ആണ്. 480 ഞാൻ കൊടുത്ത പ്രൈസ്. 30 പോയിന്റ് SL ബാങ്ക് നിഫ്റ്റിക്ക്. അപ്പോൾ ഈസിയായിട്ട് അടിയിലേക്ക് വന്നാൽ അടിച്ചു പോകും. അപ്പോൾ നിങ്ങൾ മാക്സിമം അടിയിലേക്ക് വരുന്ന സമയത്ത് എടുക്കുക. കാര്യം മനസ്സിലാകണമെന്ന് വിചാരിക്കണം. ഇത് മുകളിൽ പോയി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SL ഇവിടെ വരുമ്പോൾ തന്നെ പോകും. അപ്പോൾ അതിനേക്കാൾ 5 മിനിറ്റിൽ SL നിങ്ങളുടെ ക്യാൻഡിൽസ് ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിൽ നിന്ന് എടുക്കാം. 10 പോയിന്റ് മുകളിൽ നിന്ന് എടുത്താലും പ്രശ്നമില്ല. അങ്ങനെ നോക്കുമ്പോൾ ട്രേഡ് നല്ല രീതിക്ക് മൊമെൻറ്റം നടത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 110 പോയിന്റ് മൊമെൻറ്റ് വന്നിട്ടുണ്ട് അതിൽ. അപ്പോൾ അതെടുത്ത് വരണമെങ്കിലും പ്രോഫിറ്റിക്ക് പോകും. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇത്രയും ട്രേഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ക്രൂഡ് ഓയിൽ ട്രേഡ് 6500 PE. നമുക്ക് ഈസി അല്ല ഇതും. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ക്യാനിൽ മുകളിലാണ് വരുന്നത്. അതൊരു 6 വ്യത്യാസമാണ് നമുക്ക് എടുക്കാൻ പറ്റുക. 6-8 രൂപ വ്യത്യാസമാണ് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പം അങ്ങനെ എടുത്താലാണ് ഈ സംഭവം 50 പോയിന്റ് പോവുള്ളൂ. എടുക്കാത്തവരുണ്ടെങ്കിൽ പ്രശ്നമില്ല. 8 രൂപ വ്യത്യാസം എടുക്കുന്നത് ഞാൻ പറയണില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുകളിൽ നിന്ന് എടുത്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങി അത് അടിയിരിക്കുക. നിങ്ങൾ പല ട്രേഡ് അങ്ങനെ എടുക്കും, പല ട്രേഡ് അങ്ങനെ SL എടുക്കേണ്ടി വരും. ഇത്തിരി ഞാൻ ഫസ്റ്റ് കൊടുത്ത ട്രേഡ് ആയതുകൊണ്ടാണ് ഞാൻ ഫുൾ ടാർഗറ്റ് പറയണത് കേട്ടോ. നമ്മുടെ പ്രൈസ് തന്നെയാണ് എല്ലാം പോയിക്കണത്. പിന്നെ ക്രൂഡ് ഓയിലാണ്, നമുക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ഫണ്ട് ആഡ് ചെയ്യാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ട്രേഡ് മിസ്സാക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇത് 436 രൂപയുടെ ട്രേഡാണ്. അതായത് 436 × 100 43,000 രൂപ. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല പലർക്കും. അപ്പോൾ നിങ്ങൾ മിനിയിലോട്ട് എടുക്കാൻ നോക്കുക. ഇപ്പോൾ 10 വരുള്ളൂ, 4,000 രൂപ അല്ലെങ്കിൽ 3,000 രൂപ എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഒരു ലോട്ടിന് 10. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതുമ്പോൾ റിസ്ക് ഇല്ല, വലിയ റിസ്ക് ഒന്നും നിങ്ങൾക്ക് ഇല്ല. മനസ്സിലായില്ലേ? മിനിയിലോട്ട് എടുക്കുമ്പോൾ വലിയ റിസ്ക് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്രൂഡ് ഓയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ പിന്നെ ക്രൂഡ് ഓയിൽ നമ്മൾ പെയ്ഡ് ഗ്രൂപ്പിൽ മാത്രമാണ് കൊടുക്കുന്നത്. നമുക്ക് ക്രൂഡ് ഓയിൽ താല്പര്യം ഉണ്ടെങ്കിൽ പെയ്ഡ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. ഫ്രീ ചാനലാണ് കേട്ടോ. എല്ലാവർക്കും ഇതിൽ ജോയിൻ ആവാൻ പറ്റും. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയുണ്ട്. ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് എടുക്കേണ്ട ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവിടെ അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾ യൂസർ ID എനിക്ക് അയച്ചു തന്നാൽ മതി. ഞാൻ നിങ്ങളെ ആഡ് ആക്കുന്നതായിരിക്കും. പിന്നെ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക്, അതായത് ടെലിഗ്രാം ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ട്രേഡ് എടുക്കണം എന്നൊന്നല്ല പറയണത്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സംഭവമാണെന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തേക്കണത്. ഞാൻ രാവിലെ പറഞ്ഞ കാര്യം, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വന്നു പോയിക്കണതാണ് കേട്ടോ. ഇട്ടിട്ടുണ്ട് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിലത്തെ കുറച്ച് സ്ക്രീൻഷോട്ടുകളാണ്. ഇത് റണ്ണിങ് ടൈമാണ്. ഇത് ഫുൾ ടാർഗറ്റ് വന്നതാണ്. 40 പോയിന്റ് കിട്ടി റണ്ണിങ് ആണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മുടെ വേറൊരു സൈഡ് അതന്നെയാണ്. അതന്നെ 50 പോയിന്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഫുൾ ടാർഗറ്റ് ഉള്ളതാണ്. മറ്റേത് ഞാൻ 40 പോയിന്റ് അതിന് ശേഷം വന്നു പറഞ്ഞില്ലേ, അതിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് 20 പോയിന്റ് ആയിട്ടുള്ളൂ. പിന്നെ 40 പോയിന്റിലേക്ക് പോയേക്കണത്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ആണ്. ഇത് പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ ആണ്. നമ്മൾ ക്രൂഡ് ഓയിലും ബിറ്റ് കോയിനും മാത്രമല്ല ചെയ്യണത്, നമുക്ക് ഗോൾഡും ചെയ്യാൻ പറ്റും. ഗോൾഡിന് പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ ലെവൽസ് വേണമെങ്കിൽ തരാവുന്നതാണ്. അത് പ്രത്യേകിച്ച് ചോദിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗോൾഡും അവൈലബിൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രേഡൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ഇതൊക്കെ വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു മേഖലയാണ്. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഈസി അല്ല. നമ്മൾ പറയുമ്പോൾ അത്ര ഈസി ആയിട്ട് പറയണമെന്ന് മാത്രം. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ പ്രധാന ഒരു ഘടകം.
നിങ്ങൾ ട്രേഡ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റും. ഓരോരുത്തരുടെ മൈൻഡ് സെറ്റും ഓരോരുത്തരുടെ ഐക്യം വ്യത്യാസമുണ്ട്. ഇപ്പം എൻ്റെ ഐക്യം പോലെ ആവില്ല എനിക്കൊരു 10 കൊല്ലം പിടിച്ചു ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ 1 മാസം കൊണ്ട് പറ്റുമായിരിക്കും, ചിലവർക്ക് 20 കൊല്ലം കൊണ്ടും പറ്റില്ലേ. മനസ്സിലായില്ലേ? അത് ഓരോരുത്തരുടെ ഐക്യം കഴിവും പോലെ ഇരിക്കും കാര്യങ്ങൾ. അപ്പോൾ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ മെത്തേഡ് ഈസിയായിട്ട് യൂസ് ചെയ്ത് പ്രോഫിറ്റിക്ക് പോകാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് ഞാൻ ചെയ്യണ മെത്തേഡ് പഠിക്കാം. അതിന് വേണ്ടിയിട്ടും നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ കോഴ്സ് വേണമെങ്കിൽ എടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെമോ എന്ന് പറഞ്ഞ രീതിക്ക് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഡെമോ ആയിട്ട് നമ്മളെ പെയ്ഡ് ഗ്രൂപ്പിൽ ആഡ് ആക്കുമെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഡെമോയ്ക്ക് വേണ്ടിയിട്ടാണ് ഫ്രീ ഗ്രൂപ്പ് നടത്തുന്നത്. നിങ്ങൾ ഫ്രീ ഗ്രൂപ്പിൽ നിന്ന് ട്രേഡ് എടുത്തോ, മനസ്സിലായില്ലേ? അതിന് ഞാൻ പേയ്മെൻ്റ് ഒന്നും ആരെയൊന്നും മേടിക്കണില്ലേ. അത് ഫ്രീ ഗ്രൂപ്പാണ്. അതിൽ വരുന്ന ട്രേഡ്സും ഫ്രീ ആണ്. ചിലപ്പോൾ നല്ല ഫുൾ ടാർഗറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നിർത്തുമെന്ന് മാത്രമേ ഉള്ളൂ. ഫുൾ ടാർഗറ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മളൊരു 2-3 ട്രേഡൊക്കെ കൊണ്ടുപോകും, ഒരു 10 വരെയൊക്കെ കൊണ്ടുപോകുന്നു മാത്രം. അപ്പോൾ അതിൽ വരുന്ന ട്രേഡൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് നിങ്ങളുടെ ഡെമോ. അത് നോക്കിയിട്ട് നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിലേക്കും കോഴ്സിലേക്കും, അതായത് എങ്ങനെയാണ് ഈ മെത്തേഡ് പഠിക്കാനുള്ള കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഫ്രീ ഗ്രൂപ്പ് കോഴ്സ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ കോഴ്സിലേക്കും വരിക, പെയ്ഡ് ഗ്രൂപ്പിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനും വരിക. അത് അവിടെ ഓക്കെ ആണെങ്കിൽ മാത്രം കേട്ടോ. അതുകൊണ്ട് ആരും ഞാൻ നിർബന്ധിക്കണം എന്നുള്ള ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുണമാണ്, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ ചൊവ്വാഴ്ചയാണ്, നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ. പിന്നെ വാറിന് ന്യൂസുകൾ കാര്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രൂഡ് ഓയിൽ എടുത്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. നാളത്തേക്ക് വേണ്ടിയിട്ട് വാർ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ മാത്രം, വാർ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അങ്ങനത്തെ ന്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രൂഡ് ഓയിൽ മേടിച്ചിടാവുന്നതാണ്. ഒരു ലോട്ടൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പേടിയുള്ളവരുണ്ടെങ്കിൽ മിനി ലോട്ട് ചെയ്യാം. മിനി ലോട്ടിൽ നിങ്ങൾക്ക് അതിനും മാത്രം ക്യാപിറ്റലൊന്നും പോവില്ല. അപ്പോൾ അത്രയ്ക്കുള്ളൂ. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.